നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബംഗാൾ ഉൾക്കടലിലെ ചക്രവാത ചുഴിയുടെ സ്വാധീനത്താൽ തിങ്കളാഴ്ച വരെ മധ്യ തെക്കൻ ജില്ലകളിൽ ശക്തമായ മഴ കിട്ടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വടക്കൻ ജില്ലകളിൽ നേരിയ മഴയുണ്ടാകും. തീരദേശ മേഖലയിൽ മഴ കുറവായിരിക്കും. ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അടുത്ത 5 ദിവസത്തേക്കുള്ള പുതുക്കിയ മഴ സാധ്യതാ പ്രവചനം പുറത്തുവിടുകയുണ്ടായി. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം ജില്ലകളിലാണ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മഴയുണ്ടാകും. നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിലും 18-ാം തീയതി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലും 19-ാം തീയതി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്തായാലും തൃശൂർക്കാർക്ക് ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ്. തീർച്ചയായിട്ടും കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം വരുമ്പോൾ പലപ്പോഴും തൃശൂർ ഇല്ലാത്തത് കൊണ്ട് തൃശൂരിലെ ജനങ്ങളെല്ലാം തൃശൂരിലെ മുന്നറിയിപ്പില്ലേ, അലേർട്ടില്ലേ എന്നതടക്കമുള്ള ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കാറുണ്ട്. എന്തായാലും 19-ാം തീയതി തൃശൂരിൽ മഴ പെയ്യും, അല്ലെങ്കിൽ മഞ്ഞ അലേർട്ടാണ് തൃശൂരിലുള്ളത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ കിട്ടുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. 19-ാം തീയതി ചില ജില്ലകളിൽ മഞ്ഞ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നതെങ്കിലും ഓറഞ്ച് അലർട്ടിന് സമാനമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാലും സംസ്ഥാനത്ത് വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും ഇത് തുടരുമെന്നുമാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. മാത്രമല്ല, ഇന്ന് 9 ജില്ലകളിൽ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ജാഗ്രത പാലിക്കണം. ശ്രീലങ്കയ്ക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ചക്രവാത ചുഴിയും ലക്ഷദ്വീപ് വരെ നീളുന്ന ന്യൂനമർദ്ദപാത്തിയും മഴ കനക്കാൻ ഇടയാക്കും. തെക്കൻ തീരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ഇന്ന് രാത്രി വരെ ഉയർന്ന തിരമാലകൾക്കും കടലേറ്റത്തിനും സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്ര ഗവേഷണ കേന്ദ്രം അറിയിച്ചു. തെക്കൻ കേരള തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനം പാടില്ല. അതേസമയം 41 ഡിഗ്രി വരെ താപനില ഉയർന്ന പാലക്കാട് ജില്ലയിൽ റെക്കോർഡ്. ഇന്നലെ വരെയുള്ള കണക്കനുസരിച്ച് ജില്ലയിൽ 93.7 മില്ലിമീറ്റർ മഴ കിട്ടി. സാധാരണ ഈ കാലയളവിൽ കിട്ടേണ്ടതിനേക്കാൾ 47% അധികമാണ് കിട്ടിയിരിക്കുന്നത്. പാലക്കാട് ജില്ലയിൽ ചൂടും ഗണ്യമായി കുറഞ്ഞു. തീർച്ചയായിട്ടും കഴിഞ്ഞ ചൂട് കാലങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ രൂക്ഷമായ ചൂട് നേരിട്ടത് പാലക്കാടായിരുന്നു. പാലക്കാട് വലിയ രീതിയിലുള്ള സൂര്യാഘാതമൊക്കെ ഏൽക്കുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും മഴ വന്നപ്പോൾ മഴയുടെ കാര്യത്തിലും അവർ റെക്കോർഡ് ഇട്ടിരിക്കുകയാണ്. ഇന്നലെ പാലക്കാട് രേഖപ്പെടുത്തിയത് 35.5 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇന്നലെ വരെയുള്ള കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ മഴ കിട്ടിയത് കോട്ടയം ജില്ലയിലാണ്. എന്തായാലും പുതുക്കിയ ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശം കൂടി നോക്കാം. കേരള തീരത്ത് ഇന്ന് രാത്രി 11:30 വരെ 0.4 മുതൽ 1.2 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും ആയതിന്റെ വേഗത സെക്കൻഡിൽ 22 സെന്റിമീറ്ററിനും 48 സെന്റിമീറ്ററിനും ഇടയിൽ മാറി വരുവാൻ സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. തെക്കൻ തമിഴ്നാട് തീരത്ത് നാളെ രാത്രി 11:30 വരെ 0.4 മുതൽ 1.3 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും ആയതിന്റെ വേഗത സെക്കൻഡിൽ 12 സെന്റിമീറ്ററിനും 53 സെന്റിമീറ്ററിനും ഇടയിൽ മാറി വരാൻ സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. മത്സ്യബന്ധന യാനങ്ങളായ ബോട്ട്, വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണം. വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.